എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് കാർഗിൽ യുദ്ധ വിജയ ദിവസമാണ്. സിഗരറ്റ് പൊള്ളുലകൾ, നീക്കം ചെയ്യപ്പെട്ട പല്ലുകൾ, ഒടിഞ്ഞ അസ്ഥികൾ, കുത്തിപ്പൊട്ടിക്കപ്പെട്ട ശേഷം ചൂഴ്ന്നെടുക്കപ്പെട്ട കണ്ണുകൾ, ചൂടു കമ്പി കയറി തുളവീണ കർണപടം, ഛേദിക്കപ്പെട്ട കരങ്ങൾ, വെട്ടിമാറ്റപ്പെട്ട സ്വകാര്യ ഭാഗം, വെടിയേൽക്കുന്നതിനു മുൻപ് കൊടിയ പീഡനങ്ങൾ നേരിട്ടിട്ടും മാതൃരാജ്യത്തെ ഒറ്റാത്തവന്റെ പേര് ക്യാപ്റ്റൻ സൗരഭ് കാലിയ, സർവീസ് നമ്പർ IC 58522, ജാട്ട് റെജിമെന്റ്. എന്താണ് കാർഗിൽ യുദ്ധം? എന്തിനായിരുന്നു കാർഗിൽ യുദ്ധം? അല്ലെങ്കിൽ നമ്മൾ ഭാരതീയർ എന്തിനാണ് കാർഗിൽ യുദ്ധ വിജയ ദിവസം ആഘോഷിക്കുന്നത്? ആദ്യത്തെ ചോദ്യം എന്താണ് കാർഗിൽ യുദ്ധം എന്നതാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1999 മെയ് 3 മുതൽ ജൂലൈ 26 വരെ നീണ്ടുനിന്ന യുദ്ധമായിരുന്നു കാർഗിൽ യുദ്ധം. ജമ്മു കാശ്മീരിലെ ഡിസ്ട്രിക്റ്റ് ആയിരുന്ന കാർഗിലിൽ വെച്ചിട്ടാണ് ഈ യുദ്ധം നടന്നത്. കാർഗിൽ യുദ്ധത്തിന് ഓപ്പറേഷൻ വിജയ് എന്നൊരു മറ്റു പേര് കൂടിയുണ്ട്. ഇനി എന്തിനായിരുന്നു കാർഗിൽ യുദ്ധം നടന്നത്, അല്ലെങ്കിൽ എന്തായിരുന്നു യുദ്ധത്തിന്റെ കാരണം? നമ്മൾക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനും നെയ്ബറിംഗ് കൺട്രീസ് ആണ്. അപ്പോൾ അവര് പങ്കിടുന്ന അല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള ബൗണ്ടറി അല്ലെങ്കിൽ അതിർത്തിയായി പ്രവർത്തിക്കുന്ന നിയന്ത്രണ രേഖ LOC അല്ലെങ്കിൽ ലൈൻ ഓഫ് കൺട്രോളിന്റെ ഇന്ത്യൻ സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ഭാഗത്തേക്ക് പാകിസ്ഥാൻ പട്ടാളക്കാർ നുഴഞ്ഞു കയറിയതായിരുന്നു യുദ്ധത്തിന്റെ കാരണം. കാശ്മീരിലേക്ക് പാകിസ്ഥാൻ സൈനികർ വേഷം മാറിയായിരുന്നു കടന്നു ചെന്നിരുന്നത്. ശ്രീനഗർ, അതായത് ജമ്മു കാശ്മീർ ക്യാപിറ്റൽ ആയിരുന്ന ശ്രീനഗറിൽ നിന്നും 127 കിലോമീറ്റർ അകലെയാണ് കാർഗിൽ എന്ന സ്ഥലം സ്ഥിതി ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കയറാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം അതായിരുന്നു കാർഗിൽ. അതാണ് കാർഗിൽ എന്ന സ്ഥലത്തിന്റെ പ്രത്യേകതയും. അങ്ങനെ ഇന്ത്യൻ പട്ടാളക്കാർ അറിഞ്ഞു പാകിസ്ഥാൻ പട്ടാളം നുഴഞ്ഞു കയറിയത്. ഇന്ത്യൻ സൈനികർ ഉടൻ തന്നെ യുദ്ധത്തിനുള്ള പുറപ്പാടുകൾ നടത്തി. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ അടൽ ബിഹാരി വാജ്പേയി ജി ഇന്ത്യൻ സൈനികരോട് അന്ന് പറഞ്ഞത് പാകിസ്ഥാൻ പട്ടാളത്തെ അടിച്ചോടിക്കാനായിരുന്നു. കൂടാതെ നിങ്ങളുടെ കൂടെ അവസാന ശ്വാസം വരെ ഞാൻ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഈ വാക്കുകളാണ് ഇന്ത്യൻ സൈനികർക്ക് പ്രചോദനം നൽകിയത്. കാർഗിൽ യുദ്ധത്തില് 527 ഇന്ത്യൻ ധീര സൈനികരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അതിൽ നമ്മൾ ഒരിക്കലും മറക്കാനാകാത്ത കുറച്ചു പേരുകളുണ്ട്. ക്യാപ്റ്റൻ സൗരഭ് കാലിയ, ക്യാപ്റ്റൻ വിക്രം ബത്ര, സ്ക്വാഡ്രൺ ലീഡർ അജയ് അഹൂജ, യോഗേന്ദ്ര സിംഗ് യാദവ്, മനോജ് കുമാർ പാണ്ഡെ, ബൽവാൻ സിംഗ്. 1999 ജൂലൈ 14 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ജി ഭാരതം വിജയിച്ചതായി പ്രഖ്യാപിച്ചു. 25 വർഷം പിന്നിടുന്ന ഈ ദിവസം നമ്മുടെ ധീര സൈനികരെ നമുക്ക് ഓർക്കാം. ഒപ്പം മഞ്ഞും മഴയും വെയിലും കടുത്ത കാലാവസ്ഥാ മാറ്റങ്ങൾ വകവെക്കാതെ ഈ നിമിഷവും നമ്മുടെ സുരക്ഷയ്ക്കായി, നമ്മുടെ നാടിന്റെ സുരക്ഷയ്ക്കായി അതിർത്തി കാത്തുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് സൈനികരെ നമുക്ക് സ്മരിക്കാം. അവരുടെ ത്യാഗങ്ങൾ നമുക്ക് മറക്കാതിരിക്കാം. ജയ് ഹിന്ദ്.